വൈദികന്റെ പേരിൽ യുവതിയുമായുള്ള വ്യാജ അശ്ലീല വാട്സ്ആപ്പ് ചാറ്റുകൾ പ്രചരിച്ചതായി കണ്ടെത്തൽ. പ്രചരിപ്പിക്കാൻ പള്ളിയിലെ മാനേജിംഗ് ട്രസ്റ്റ് കൂട്ടുനിന്നെന്ന് വൈദികന്റെ ആരോപണം. ഇടുക്കി സ്വദേശിയായ ഫാദർ ബിനോയ് ചാത്തനാട്ടിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് എറണാകുളം കലൂർ സ്വദേശി PM നിഖിലാണ് കോട്ടയം സ്വദേശിയായ യുവതിയുമായി അശ്ലീല ചാറ്റിംഗ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. പള്ളി കമ്മിറ്റിയിലെ ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് വൈദികൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഹൈറേഞ്ചിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ബിനോയ് ചാത്തനാട്ട് 2023 രാജകുമാരിക്ക് സമീപം മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരിയായി പ്രവർത്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണമുയരുന്നത്. ബിനോയ് ചാത്തനാട്ട് യുവതിയുമായി അശ്ലീല വാട്സാപ്പ് ചാറ്റ് നടത്തിയെന്ന തരത്തിൽ പള്ളിയിൽ ഉൾപ്പെടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എത്തിച്ചുപേക്ഷിച്ചു. എന്നാൽ ഇത് വാട്സാപ്പ് ചാറ്റല്ലെന്ന് അന്നു തന്നെ വ്യക്തമായിരുന്നു. എന്നിട്ടും വൈദികനെതിരെ ആരോപണമുന്നയിച്ച പള്ളി കമ്മിറ്റിയിലെ ചിലർ തന്നെ രംഗത്തെത്തി. തുടർന്ന് ഫാദർ ബിനോയ് ചാത്തനാട്ട് ശാന്തൻപാറ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. നടപടി ഉണ്ടാകാതെ വന്നതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ടും പരാതി നൽകി. തുടർന്ന് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിലാണ് ഫാദർ ബിനോയ് ചാത്തനാട്ടിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത കലൂർ സ്വദേശിയായ PM നിഖിൽ എന്ന യുവാവ് കോട്ടയം കറുകച്ചാലിലുള്ള യുവതിയുമായി അശ്ലീല ചാറ്റുകൾ നടത്തിയതിന്റെ വിവരങ്ങൾ കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ വാട്സാപ്പ് ചാറ്റുകൾ വ്യാജമാണെന്നറിഞ്ഞിട്ടും മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് പള്ളിയിലെ അന്നത്തെ ട്രസ്റ്റിയുടെ നിർദ്ദേശപ്രകാരം ഓഫീസിലെ ക്ലാർക്കാണ് പള്ളിയിലെ കമ്പ്യൂട്ടറിൽ നിന്നും പകർപ്പുകൾ എടുത്ത് പല സ്ഥലത്തും ഇട്ടതെന്ന് ഫാദർ ബിനോയ് ചാത്തനാട്ട് ആരോപിക്കുന്നു. ഞാൻ ശുശ്രൂഷിച്ചിരുന്നതായ ഇടവകയിലുള്ള കർക്കശമേറിയ ചില നിലപാടുകൾക്ക് എന്നോട് വൈരാഗ്യ ബുദ്ധിയുള്ളതായ ചില ആളുകൾ, പ്രത്യേകിച്ചും ആ ഇടവകയിലെ ഡ്രൈവറായിരുന്ന ആ വ്യക്തി ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിച്ചതായിട്ടുള്ള ഈ ചാറ്റുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും എനിക്ക് മാനഹാനി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. ആരോപണ വിധേയനായ വൈദികനെ മുരിക്കുംതൊട്ടി പള്ളിയിൽ നിന്നും മാങ്കുളത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിലവിൽ താൻ തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് ഫാദർ ബിനോയ് ചാത്തനാട്ടിന്റെ തീരുമാനം. എന്നാൽ വ്യാജ വാട്സാപ്പ് ചാറ്റുകൾ പ്രചരിപ്പിച്ച വൈദികന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനായിരുന്നു സംഘത്തിന്റെ നീക്കം എന്നതടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ ഇടുക്കി.